ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന വേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. ഇന്ന് അല്പസമയത്തിനകം ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പയിൽ തിരിതെളിയുകയാണ്. 9:30-നാണ് ചടങ്ങ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. 3 വേദികളിലായാണ് ഈ പരിപാടി നടക്കുന്നത്. വിവിധ സാമുദായിക സംഘടനകളെ പ്രതിനിധീകരിച്ചുള്ളവർ, ക്ഷണിക്കപ്പെട്ട മറ്റ് അതിഥികൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ എന്നിവരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദ വിവരങ്ങളുമായി ആർ അനന്തകൃഷ്ണൻ ചേരുന്നു. അനന്തൻ, അല്പസമയത്തിനകം തിരിതെളിയുകയാണ്. 9:27 മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്നത് തത്സമയ ദൃശ്യങ്ങളിൽ കാണാനും കഴിയുന്നുണ്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ്? മോത്തി ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാന വേദിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം ഇപ്പോൾ പ്രധാന വേദിയുടെ VIP ലോഞ്ചിലേക്ക് എത്തുകയാണ്. തൊട്ടു പിന്നാലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമുണ്ട്. ഇരുവരും ഒരുമിച്ചാണ് ഒരു വാഹനത്തിൽ തന്നെയാണ് വന്നിറങ്ങുന്നത്. രാഷ്ട്രീയ കൗതുകമുള്ള ഒരു ദൃശ്യം കൂടിയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിൻ്റെ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഒരുമിച്ച് ഈ ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് എത്തുകയാണ്. കണ്ണൻ, രാഷ്ട്രീയ കേരളത്തിലെ ഒരു കൗതുകകരമായ ദൃശ്യം. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി മനാമത്ത് കോംപ്ലക്സിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടേക്ക് വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എത്തുകയും അവിടെ നിന്ന് ഇരുവരും ഒരുമിച്ച് കാർ മാർഗം അദ്ദേഹത്തിന് 1-ാം നമ്പർ കാറിൽ ഇവിടേക്ക് ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് എത്തുകയാണ്. ഒരു രാഷ്ട്രീയ കൗതുകം എന്ന് തന്നെ പറയാൻ കാര്യം ഇരുവരും ഒരുമിച്ച് ഈ ചില സ്വകാര്യങ്ങൾ പങ്കിട്ടുകൊണ്ട് വന്നു പോകുന്ന ഒരു കാഴ്ചയാണ്. ഒരേ വാഹനത്തിൽ മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനും ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് കൗതുകമാണ്. ഒരേ വാഹനത്തിലാണ് ഇരുവരും വന്നിറങ്ങിയത്. മരാമത്ത് കോംപ്ലക്സിലായിരുന്നു താമസിച്ചിരുന്നത് മുഖ്യമന്ത്രി. ഒപ്പം വെള്ളാപ്പള്ളി നടേശൻ കൂടി ഇപ്പോൾ കാറിൽ ഒരുമിച്ച് വന്നിറങ്ങിയിരിക്കുന്നു. ഇനി നിമിഷങ്ങൾക്കകം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ തിരി തെളിയും. എല്ലാ സജ്ജീകരണങ്ങളോടെയും പരിപാടി സംഘടിപ്പിക്കാൻ തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഒരുപാട് പേരെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഇരിപ്പിടത്തിന് സൗകര്യങ്ങളടക്കം പന്തൽ തയ്യാറാക്കിയിരുന്നു. 5000 പേർക്കുള്ള ഭക്ഷണമാണ് ഒരുക്കിയിട്ടുള്ളത്. മന്ത്രിമാരും വിവിധ സാമുദായിക സംഘടനാ നേതാക്കൾ, ഭക്തജനങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുക്കുന്ന 3500-ലേറെ പേർ പങ്കെടുക്കുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിനായി വേദിയിലേക്ക് കടക്കുകയാണ്. അനന്തൻ തുടർന്നു പറയൂ. മോത്തി, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൃത്യസമയമാണ്, കൃത്യനിഷ്ഠയോടെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. 9:30-ക്ക് മുഖ്യമന്ത്രി എത്തും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അതുപ്രകാരം തന്നെ കൃത്യം 9:30-ക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി താമസിച്ചിരുന്നത് പമ്പയിൽ തന്നെയാണ്. ഒരുപക്ഷെ ശബരിമലയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി പമ്പയിൽ രാത്രിയിൽ കഴിയുന്നത്, രാത്രിയിൽ അന്തി ഉറങ്ങുന്നത് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഒരു മുഖ്യമന്ത്രി പമ്പയിൽ അന്തി ഉറങ്ങിയ, അല്ലെങ്കിൽ പമ്പയിൽ തങ്ങിയ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന ഒരു ഖ്യാതി കൂടി മുഖ്യമന്ത്രി പിണറായി വിജയന് വരികയാണ്. അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വന്നു. അതിലപ്പുറം രാഷ്ട്രീയമായ ഒരു കൗതുകമുള്ളത്, മുഖ്യമന്ത്രി ഇവിടെ പമ്പയുടെ തൊട്ടക്കരയുള്ള ഈ പമ്പ നദിക്കരയിലുള്ള പുതിയ മരാമത്ത് കോംപ്ലക്സിലാണ് താമസിച്ചിരുന്നത്. ഇന്ന് രാവിലെ ഇപ്പോൾ വിശിഷ്ട വ്യക്തിയായി ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എത്തിയ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി, അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ ആ മരാമത്ത് കോംപ്ലക്സിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് ഇരുവരും കേരള മുഖ്യമന്ത്രിയുടെ നമ്പർ 1 കാറിൽ, ആ കറുത്ത കാറിലാണ് രണ്ടുപേരും ഒരുമിച്ച് വന്നത്. നിലയ്ക്കൽ വെച്ച് അബിലാൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് യുവതീ പ്രവേശനം എന്നുള്ള കാര്യത്തിൽ ഒരു കാരണവശാലും സർക്കാർ മുന്നോട്ട് പോകരുത് എന്നാണ് പറഞ്ഞത്. പക്ഷേ തൊട്ടു പിന്നാലെ അദ്ദേഹം മരാമത്ത് കോംപ്ലക്സിലേക്ക് എത്തുകയും മുഖ്യമന്ത്രിക്കൊപ്പം എത്തുകയും മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് പോവുകയും അവിടെ നിന്ന് മുഖ്യമന്ത്രിക്കൊപ്പം 1-ാം നമ്പർ കാറിൽ കയറി വരിക. അതൊരു രാഷ്ട്രീയ കൗതുകം എന്ന് തന്നെ പറയാം. കാര്യം പല സമയങ്ങളിലും രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുന്നതൊക്കെ സന്ദർഭങ്ങൾ അടുത്തിടെ ജനറൽ സെക്രട്ടറിയെ വളരെയധികം പുകഴ്ത്തുകയും അടുത്തിടെ ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന, വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രസ്താവന മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടാക്കിയപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ തള്ളിക്കളയാത്തൊരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അതിനുശേഷം ശ്രീനാരായണ ഗുരുവിന്റെ പഠനങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ അപ്പടി സ്വീകരിച്ച ഒരു നേതാവാണ് വെള്ളാപ്പള്ളി എന്നൊക്കെ രീതിയിൽ പുകഴ്ത്തുകയൊക്കെ ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രധാനപ്പെട്ട സമുദായത്തിന്റെ നേതാവ് മുഖ്യമന്ത്രിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് ഒരു വാഹനത്തിൽ വന്നിറങ്ങുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ സമുദായവും മുഖ്യമന്ത്രിയും കേരള രാഷ്ട്രീയവും ഒക്കെ തോളോട് തോൾ ചേർന്ന് നിൽക്കും എന്നാണോ?
അങ്ങനെയാണ് ഒരു പ്രതീക്ഷ. പക്ഷേ സമുദായത്തിലെ അംഗങ്ങൾ എത്രത്തോളം അങ്ങനെ കൈക്കൊള്ളും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഇന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഒരുമിച്ച് 1-ാം നമ്പർ കാറിൽ വന്നിറങ്ങിയത് അപ്രതീക്ഷിതമായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ നിലയ്ക്കലിലെത്തിയ സമയത്ത് നമ്മൾ അറിഞ്ഞിരുന്നു. CK അബിലാൽ അദ്ദേഹത്തിന് പ്രതികരണം തേടിയതാണ്. ആ സമയത്തും അദ്ദേഹം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യുവതികളെ പ്രവേശിപ്പിക്കരുത്, അത് അങ്ങനെയുള്ളതാണ് SNDPയുടെ നിലപാട് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം നേരെ വരുന്ന മരാമത്ത് കോംപ്ലക്സിലേക്കാണ്. നേരത്തെ അന്ന് സൂചിപ്പിച്ചതുപോലെ മരാമത്ത് കോംപ്ലക്സിൽ ഒരു മുഖ്യമന്ത്രി കിടന്നുറങ്ങിയ ഒരു ചരിത്രമില്ല. പക്ഷേ ഇന്നലെ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം കിടന്നുറങ്ങിയത് മരാമത്ത് കോംപ്ലക്സിലാണ്. അതിനുശേഷം 9:30 അദ്ദേഹം ഇവിടേക്ക് കയറും എന്ന് പറഞ്ഞിട്ടൊരു ശേഖർ ബാബു, തമിഴ്നാട് ദേവസ്വം ബോർഡ് മന്ത്രിയാണ് ശേഖർ ബാബു. തികഞ്ഞ ഒരു അയ്യപ്പ ഭക്തനാണ്. എല്ലാ മാസവും മുടങ്ങാതെ ശബരിമലയിൽ എത്തുന്ന ഒരു ഭക്തനാണ്. ഇന്നിപ്പോൾ സന്നിധാനത്ത് പോയി അയ്യപ്പനെ തൊഴുതിട്ടാണ് ഇവിടെ. അതെ, തീർച്ചയായിട്ടും എല്ലാ മാസവും എത്തി ഇവിടെ അയ്യപ്പനെ കണ്ട് മടങ്ങുന്നത്. അതിൽ ഒരു VIP പരിഗണനയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ചക്കുളത്തുള്ള അജിത്ത് എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. വന്ന് തൊഴുന്നു, നേരെ തിരിച്ച് എയർപോർട്ടിൽ പോകുന്നു. കൊച്ചി പോയി വിമാനം കയറി പോവുകയാണ് അദ്ദേഹത്തിൻ്റെ പതിവ്. വലിയ സെക്യൂരിറ്റി ഒന്നുമില്ല. എല്ലാ തവണയും സാധാരണ ഭക്തരെ പോലെ വരുന്നതാണ്. അതിനൊപ്പം ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയുണ്ടായി. സംസ്ഥാന സർക്കാരും ക്ഷണിക്കുകയുണ്ടായി, ദേവസ്വം ബോർഡും ക്ഷണിക്കുകയുണ്ടായി. പ്രധാനപ്പെട്ട സമുദായ നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പുനഃ ശ്രീകുമാർ അടക്കമുള്ളവരെ നമ്മൾ കണ്ടു. അവരൊക്കെ നവോത്ഥാന പ്രസ്ഥാനവുമായി, അതായത് സർക്കാരിൻ്റെ നവോത്ഥാന മൂവ്മെൻറ്റുമായി ഒത്തുചേർന്ന് നിന്നവരാണ്. അത്തരം സമുദായ നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതെ, പുന്നൽ ശ്രീകുമാർ നേരത്തെ തന്നെ KPMSന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തി കൂട്ടിയെത്തി. അവിടെ അദ്ദേഹം വേദിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം ഒക്കെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ വാർത്താ ലൈവ് കൊടുത്ത സമയത്ത് നമ്മൾ കാട്ടിയതാണ്. അദ്ദേഹം നേരത്തെ തന്നെ എത്തി. അതുപോലെ തന്നെ തന്ത്രി നേരത്തെ തന്നെ എത്തി. ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇനി NSSന്റെ നിലപാടാണ്. നമുക്ക് സംഗീത് കുമാറാണ് വരേണ്ടത്. നമ്മൾ ഇതുവരെ ഫ്രണ്ടിൽ നിന്നപ്പോൾ കണ്ടില്ല, തിരക്കുണ്ട്. അതെ, അകത്ത് എത്തിയോ എന്നുള്ള കാര്യവും അറിയില്ല. നിലയ്ക്കലെന്ന് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. അവിടുത്തെ NSSന്റെ പ്രതിനിധി ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. KB ഗണേഷ് കുമാർ മന്ത്രിയുണ്ട്. അദ്ദേഹം മന്ത്രി എന്ന നിലയിലാണ് അവിടെ ഇരിക്കുന്നത്. NSSന്റെ NSSന്റെ പ്രതിനിധിസഭാംഗമാണെങ്കിൽ പോലും അദ്ദേഹം സംസ്ഥാനത്തിന്റെ മന്ത്രിയാണ്. മന്ത്രി എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് NSSന്റെ പ്രതിനിധി എന്ന് പറയാനാകില്ല. NSSന്റെ പ്രതിനിധിയായി സംഗീത് കുമാറിനെയാണ് ഇവിടെയൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹം വരും എന്ന് തന്നെയാണ് ഇന്നലെ വൈകിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുവരെ അദ്ദേഹത്തെ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചില്ല. ചിലപ്പോൾ തിരക്ക് മൂലം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയതായിരിക്കാം. പക്ഷേ NSSന്റെ പ്രതിനിധി വരുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. SNDPയുടെ യോഗം ജനറൽ സെക്രട്ടറി എത്തിയിരിക്കുന്നു. ശാരീരിക അസൗകര്യങ്ങൾ മൂലമാണ് NSSന്റെ ജനറൽ സെക്രട്ടറി വരില്ല എന്ന് അറിയിച്ചത്. അദ്ദേഹം പ്രതിനിധിയായിട്ടുള്ള സംഗീത് കുമാറിനെ വിടാമെന്ന് അറിയിച്ചിട്ടുണ്ട്. KPMSന്റെ പ്രതിനിധി എത്തിയിരിക്കുന്നു. ബാക്കിയുള്ള ഒട്ടുമിക്ക സമുദായ പ്രതിനിധികളെല്ലാം തന്നെ, നേതാക്കന്മാരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. NSSന്റെ നിലപാടാണ് ഈ നിർണായകം. അല്പസമയത്തിനകം ചടങ്ങുകൾ തുടങ്ങും. മോത്തി, അപ്പോൾ ആത്മീയ ചടങ്ങുകളോടുകൂടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടന വേദി ഔപചാരിക പരിപാടികളിലേക്ക് പോവുക.